പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അന്നവർ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴങ്ങി നടക്കും. രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ ഒരു മനുഷ്യന് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായ മാറ്റങ്ങളെക്കുറിച്ചാണ് വളരെ മനോഹരമായ ആലങ്കാരിക ഭാഷയിൽ 12-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ രോചനക്കുരു ഫലിക്കാതെ വരും എന്നൊരു പദം നമുക്ക് കാണുവാൻ കഴിയും. വാർദ്ധക്യത്തിലെത്തുന്ന ഒരു മനുഷ്യൻ്റെ ശാരീരികവും ഇന്ദ്രിയപരവുമായ ആഗ്രഹങ്ങൾ ഫലിക്കാതെ അവൻ ആത്യന്തികമായി ദൈവത്വത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്ന് വളരെ മനോഹരമായി സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ വിസ്തരിച്ചിരിക്കുകയാണ്. രോചനക്കുരു ഫലിക്കുകയില്ല എന്നത് മനുഷ്യൻ്റെ ശാരീരികമായ വിശപ്പും അപ്പോൾ തന്നെ ഇന്ദ്രിയപരമായ ആഗ്രഹങ്ങളെയും കാണിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് രോചനക്കുരു? ആംഗലേയ ഭാഷയിൽ ഡിസയർ എന്നും കെയ്പ്പർ എന്നും രണ്ട് പദങ്ങളാണ് രോചനക്കുരു ഉപയോഗിച്ചിരിക്കുന്നത്. വേദപുസ്തക പരാമർശം വളരെ ചെറുതെങ്കിലും വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് രോചനക്കുരു. അറബിയിൽ അസുഫ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സിനായിലും ഈജിപ്തിലും ധാരാളമായി വളരുന്ന ഒരു സസ്യമാണ് രോചനക്കുരു. ഇതിൻ്റെ ശാസ്ത്രനാമം കപ്പാരിസ് സ്പൈനോസ എന്നാണ്. ഇതിൻ്റെ തണ്ടിൽ ധാരാളം മുള്ളുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിന് സ്പൈനോസ എന്ന പേര് വന്നത്. എബ്രായ ഭാഷയിൽ ചാഫർ എന്നും ഈ സസ്യം അറിയപ്പെടുന്നു. ഇതിന് വീതിയുള്ള ഇലകളും വളഞ്ഞ് കൂർത്ത മുള്ളുകളുമുണ്ട്. മെയ് മാസത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇതിൻ്റെ പൂക്കൾ വലിപ്പമുള്ളവയും വെള്ള നിറത്തിലുമാണ് ഇത് കാണപ്പെടുന്നത്. റോസ് നിറത്തിലുള്ള കേസരങ്ങളും മധ്യത്തിൽ നിൽക്കുന്ന നീളമുള്ള ജനയും ഈ സസ്യത്തെ മനോഹരമാക്കുന്നു. രാത്രിയിൽ വികസിക്കുന്ന ഇതിൻ്റെ പൂക്കൾ പ്രഭാതമാകുമ്പോഴേക്കും ഇത് കൊഴിഞ്ഞു പോകും. ഈ ചെടിയുടെ പൂമൊട്ടുകൾ ഉപ്പിലിടുന്നത് വളരെ രുചിയുള്ളതാണ്. ഭക്ഷണപദാർത്ഥങ്ങൾ രുചികരമാക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കാനും ഇതിന് കഴിവുള്ളത് കൊണ്ടാണ് ഇതിന് ഡിസയർ എന്ന മറ്റൊരു പേരുകൂടെ ആംഗലേയ ഭാഷയിൽ കാണുന്നത്. ഉപ്പിലിട്ട പൂമൊട്ടുകൾ കണ്ടാൽ ഏതോ വിത്താണെന്ന് തോന്നും എന്നതുകൊണ്ടാണ് ഇതിന് രോചനക്കുരു എന്ന പേരുകൂടെ വന്നത്. വിശപ്പുണ്ടാക്കുവാനുള്ള ഇതിൻ്റെ കഴിവ് ഫലിക്കാതെ വരും എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വിശപ്പില്ലായ്മ. അപ്പോൾ തന്നെ ശാരീരികമായ ആഗ്രഹങ്ങളും വിശപ്പില്ലായ്മയും നഷ്ടപ്പെടും. മനുഷ്യൻ്റെ വാർദ്ധക്യത്തിൽ നഷ്ടപ്പെടുമെന്നും അവൻ ആത്യന്തികമായി ദൈവത്വത്തിലേക്ക് മടങ്ങുമെന്നും സഭാപ്രസംഗി ഈ വാക്യത്തിലൂടെ സവിസ്തരം വിസ്തരിക്കുകയാണ്. ഇതാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന രോചനക്കുരു. കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ.